ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ചില ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. SSC RRB പോലെയുള്ള മത്സര പരീക്ഷകൾക്കെല്ലാം തന്നെയും ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. SSC എക്സാംസുകൾക്കെല്ലാം ഒരു 3-4 ചോദ്യങ്ങൾ വരെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്ന് വരാം. സോ ഈ വീഡിയോയിലൂടെ ഒരു 10 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, ഹെഡ് ആൻഡ് ഇയേഴ്സ്. ഹെഡ് ആൻഡ് ഇയേഴ്സ് മീൻസ് കംപ്ലീറ്റ്ലി, മുഴുവനായും, ടോട്ടലി എന്ന് വേണമെങ്കിൽ പറയാം. തല മുഴുവൻ എന്ന് വേണമെങ്കിൽ ട്രിക്ക് വൈസ് നമുക്ക് പഠിക്കാം. കംപ്ലീറ്റ്ലി. ഓക്കെ. നെക്സ്റ്റ്, ക്യാരി ദ ക്യാൻ. ക്യാരി ദ ക്യാൻ മീൻസ് അക്സെപ്റ്റ് ദ ബ്ലെയിം. എല്ലാ കുറ്റാരോപണങ്ങളും സ്വയം ഏറ്റെടുക്കുക. ക്യാരി ദ ക്യാൻ, എല്ലാം എന്താണ്, ഒരു സൂക്കേഴ്സ് പോലെ ക്യാരി ചെയ്യുക. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റെടുക്കുക എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ്, ഔട്ട് ആൻഡ് ഔട്ട്. ഔട്ട് ആൻഡ് ഔട്ട് മീൻസ് ടോട്ടലി, മുഴുവനായും. ഔട്ട് ആൻഡ് ഔട്ട്, ടോട്ടലി. എളുപ്പമാണ് പഠിച്ചു വയ്ക്കാൻ. സോ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ. ഡസ് നോട്ട് ഹോൾഡ് വാട്ടർ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. സോ അതേപോലെയുള്ള ഒരു മീനിങ് ആണ് ഇതും. സോ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. കനോട്ട് ബി ബിലീവ്ഡ്, വിശ്വസിക്കരുത്, വിശ്വസിക്കാൻ പറ്റാത്തതാണ്, വിശ്വസിക്കരുത്. നെക്സ്റ്റ്, ഡൈ ഇൻ ഹാർനസ്. ഡൈ ഇൻ ഹാർനസ് മീൻസ് ഡൈ വൈൽ സ്റ്റിൽ വർക്കിംഗ്, അല്ലെ, ജോലിയിലിരിക്കെ, വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക. അതാണ് ഡൈ ഇൻ ഹാർനസ്. നെക്സ്റ്റ്, ഓൺ ദ കഫ്. ഓൺ ദ കഫ് മീൻസ് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റ് ഏറ്റെടുക്കുക. കഫ് മീൻസ് നമ്മൾ മുഷ്ടി ചുരുട്ടി പ്രൗഡ്ലി നിൽക്കുക, അതാണ് കഫ് മീൻസ്. സോ ഓൺ ക്രെഡിറ്റ് എന്ന് പറയാൻ ക്രെഡിറ്റ് നേടുക. നെക്സ്റ്റ്, ഹെൽഡ് ഇൻ ക്യാമറ. ഹെൽഡ് ഇൻ ക്യാമറ ഇൻ സ്ട്രിക്ട് വിജിലൻസ് എന്നാണ് മീനിങ്. ഇൻ സ്ട്രിക്ട് വിജിലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ സെർച്ചിങ് ആണ്, അല്ലേ, അത്രയും കെയർഫുള്ളി ഫുൾ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഹെൽഡ് ഇൻ ക്യാമറ, അതുമായിട്ട് റിലേറ്റഡ് പഠിക്കാം, ക്യാമറ. സോ വിജിലൻസ്. നെക്സ്റ്റ്, അറ്റ് ദ 11th അവർ. അറ്റ് ദ 11th അവർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്, ഏകദേശം ആ ഒരു 12 മണി എത്താറായി എന്നുള്ള മീനിങ്ങിൽ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചു വയ്ക്കാം. അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് 12 മണി ആവത്തുള്ളൂ. സോ അതിനോട് അടുത്ത് നിൽക്കുമ്പോൾ അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ് എന്ന് മാത്രം പറയാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം. ഓൾറെഡി ലേറ്റ് ആവുക. ഇറ്റ് ഈസ് ഹൈ ടൈം, ബസ് ലേറ്റ് ആയി വരിക എങ്കിൽ ഓൾറെഡി ലേറ്റ്. സോ ഇറ്റ് ഈസ് ഹൈ ടൈം. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈം, ഒരുപാട് സമയമെടുത്തു, അതാണ് നേരെ മീനിങ് ഓൾറെഡി ലേറ്റ് ആയി മാറിയത്. സോ ലാസ്റ്റ് ഇഡിയം നോക്കാം. എ പൈ ഡ്രീം. എ പൈ ഡ്രീം മീൻസ് ആൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ, ഒരിക്കലും പ്രായോഗികമല്ലാത്ത പ്ലാൻ, അതാണ് എ പൈ ഡ്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വപ്നങ്ങൾ, ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ, ഒരിക്കലും പ്രാക്ടിക്കബിൾ അല്ലാത്ത പ്ലാൻ. ഓക്കെ, ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം.